22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് അപകടത്തിൽ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ മുൻപാകെ ലീഗ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം മെയ് 7-നാണ് താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് നാടിനെ നടുക്കിയ ബോട്ട് ദുരന്തമുണ്ടായത്. വിനോദസഞ്ചാര ബോട്ടായ അറ്റ്ലാന്റിക് മറിഞ്ഞായിരുന്നു അപകടം. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന ബോട്ടിനെതിരെ നാട്ടുകാർ നേരത്തെ മന്ത്രിമാർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ബോട്ടിനെതിരെ മന്ത്രിമാർ നടപടിയെടുക്കാതിരുന്നത് അപകടത്തിന്റെ മറ്റൊരു കാരണമായെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ഈ നിയോജക മണ്ഡലത്തിൽ MLA കൂടെ V അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, നേരത്തെയുള്ള തുറമുഖ വകുപ്പ് മന്ത്രിയായ അഹമ്മദ് ദേവർകോൾ, ഇവരുടെയൊക്കെ തന്നെ പക്കൽ നാട്ടുകാരും അതുപോലെ തന്നെ ജാഗ്രതാ സമിതികളൊക്കെ തന്നെ വേണ്ട രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും നൽകിയതാണ്, പറഞ്ഞതാണ്. ആ സമയത്തൊന്നും തന്നെ ഇവർ അതിന് ചെവി കൊണ്ടില്ല. മലപ്പുറം ജില്ലാ കളക്ടർ, പൊന്നാനി, ബേപ്പൂർ, ആലപ്പുഴ തുറമുഖ അധികാരികൾ, പോലീസ് എന്നിവർക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി ലീഗ് ചൂണ്ടിക്കാട്ടി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഭരണ സംവിധാനത്തിലെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ലീഗ് താനൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MP അഷ്റഫ് പറഞ്ഞു. ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ 22 പേർക്കും അവരുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ബോട്ട് ഉടമ, അതുപോലെ തന്നെ അതിലെ ജീവനക്കാർ, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോട്ട് അപകടത്തിന്റെ കാരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനെ അറിയിക്കണമെന്ന് നേരത്തെ വിജ്ഞാപനമിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും പത്രിക നൽകിയത്. കേസിൽ അധികം വൈകാതെ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങും. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.